ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ചേർന്നിട്ട് വിക്രത്തിനെ ഒരു ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. ശേഷം വിക്രത്തിനെ സൂക്ഷിച്ച് നോക്കാണ് കിരണും കല്യാണിയും കൂടി കേട്ടോ. ആ സമയത്ത് വിക്രം മയങ്ങിക്കിടക്കാണ്, കാണാൻ ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വിക്രത്തിനെ സൂക്ഷിച്ച് ദേഷ്യത്തോടു കൂടി കല്യാണിയും കിരണും മാറി മാറി നോക്കുന്ന സമയത്ത് അവിടേക്ക് പ്രകാശം ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ അവസാനം ചതിച്ചു അല്ലേ എന്ന് കിരൺ പറയണം. മക്കളെ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും പിന്നെ എങ്ങനെയാ കറക്റ്റായിട്ട് കല്യാണി പോയ സ്ഥലത്ത് തന്നെ ഇവൻ എങ്ങനെ എത്തി എന്ന് ചോദിക്കുകയാണ്. മക്കളെ, എനിക്കെങ്ങനെ അറിയാനാ മോനെ? എനിക്കത് അറിയില്ല, ഞാൻ അറിഞ്ഞു പോലില്ല. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഇവൻ അവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോയത്. തിരിച്ചു പതുക്കെ നടന്നു വന്നപ്പോഴേക്കും തിരിച്ചപ്പോൾ ഇവനെ കാണുന്നുണ്ടായില്ല എന്ന് പറയണം. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ ഇവനെ കൂട്ടരുതെന്ന്. പക്ഷെ അച്ഛൻ ഇവനെ കൂടെ കൂട്ടി. അത് ഞങ്ങളെ ചതിക്കാനായിരുന്നു വെച്ചാൽ. എല്ലാവരും പറഞ്ഞ് അച്ഛൻ ചതിക്കുമെന്ന്, പക്ഷെ ഞാൻ മാത്രം വിശ്വസിച്ചില്ല. അവസാനം അച്ഛൻ ചതിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയണ്ട, മക്കളെ ഒരിക്കലും ഇല്ലെന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട, പിന്നെ എങ്ങനെയാണോ ഇവന് കറക്റ്റായിട്ട് ഇവർ പോയ സ്ഥലത്ത് തന്നെ വന്നത്? അതിന് ഇവർ പോയ സ്ഥലം എനിക്കറിയില്ല മോനെ എന്ന് പറയുമ്പോൾ, അതെ തനിക്കറിയില്ല, പക്ഷെ താൻ കണ്ടായിരുന്നു. ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണിനെ കാർത്തികനെ താൻ കണ്ടതല്ലേടോ? അങ്ങനെ താൻ കണ്ട താൻ ഇവിടെ വന്നിട്ട് തന്നെ മോനെ പറഞ്ഞറിയിച്ചു അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്. അവർ പോകുന്ന വഴി ഏകദേശം വിക്രത്തിനറിയാം. അവരുടെ കാറ് നോക്കിയിട്ട് അവൻ അവിടെ എത്തുകയാണ് ചെയ്തത്. ശേഷം കല്യാണിനെ കാർത്തികനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കി. ഇവളുടെ തല തല്ലി പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിയത്. അയ്യോ മോളെ, എന്തിനും പറ്റിയോ? കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് ഇവൾക്കും കാർത്തികൾക്ക് ഒന്നും പറ്റില്ല, പക്ഷെ പറ്റി. തൻ്റെ മോന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്ന് പറയാണ്. മോനെ, നിനക്ക് ഇവനെ കൊന്നു കളഞ്ഞൂടായിരുന്നു, എന്തിനാ ഇവനെയൊക്കെ ജീവനോട് വെച്ചിരിക്കുന്നത് എന്ന് പ്രകാശം പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, ഇവനെ കൊന്നിട്ട് എൻ്റെ കിരണേട്ടൻ ജയിലിൽ കിടക്കണമെന്നാണോ അച്ഛൻ പറയണത്? മക്കളെ, നിങ്ങൾ ആര് ഇവനെ കൊന്നാലും ഇവനെ ഉപദ്രവിച്ചാലും ഞാൻ ആ കുറ്റം ഏറ്റെടുത്തോളാം. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. എന്നാലും അതൊന്നും വേണ്ട, താനെ ചതിക്കാതിരുന്നാൽ മതി. തന്നിപ്പോൾ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. എന്തായാലും താൻ വളർത്തി വിഷളാക്കിയ മോനല്ലേ, പറ്റുമെങ്കിൽ താൻ തന്നെ ഇവനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരണം. വിക്രത്തിന്റെ മുഖം നോക്കിയിട്ട് പ്രകാശൻ ഇവനങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് പ്രകാശൻ ഇങ്ങനെ വിക്രത്തിന്റെ കഴുത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഷോ വേണ്ട, നോക്കട്ടെ അവൻ്റെ ഇതെന്താണെന്ന്. ഇവൻ്റെ ഒറ്റക്കല്ല, കൂടെ ആരൊക്കെയോ ഉണ്ട്, നോക്കട്ടെ എന്താ ചെയ്യാന്ന് ഇവൻ. എന്നിട്ട് ഇവനാ എന്തെങ്കിലും ഇന്ന പെമ്മക്കൾ ഇനി ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിൽ ഇനി വെച്ചേക്കരുത്, ഇവനെ അങ്ങ് കൊന്നു കളയണം. അമ്മ പറഞ്ഞ പോലെ വിഷം കൊടുത്ത് ഭക്ഷണത്തിലോ എങ്ങനെയൊക്കെ അവനെ കൊന്നു കളയണം എന്ന് പ്രകാശിന് മനസ്സിൽ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന ദീപേനെയും നമ്മുടെ അമ്മുമ്മേനെയാണ്. ആ അമ്മുമ്മ ദീപയെടുത്ത് പറഞ്ഞിട്ട്, ദീപേ ഞാൻ ഓണത്തിന് വരില്ല എന്ന് പറയാണ്. അയ്യോ അതെന്താമേ? മക്കളൊക്കെ ഒരുപാട് പ്രതീക്ഷയെ കാത്തിരിക്കുക. അതല്ല ദീപേ, സായാഹ്നത്തിലെ എൻ്റെ പ്രായമുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അവർ ഓണത്തിന് ചെറിയ പരിപാടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അവരെ വിട്ടിട്ട് ഞാൻ മാത്രം എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? അതുകൊണ്ട് ഓണത്തിന് ഞാൻ വരുന്നില്ല. പക്ഷെ ഓണത്തിന് വരാൻ നിൽക്കുന്ന ഒരാളുണ്ട്, മനസ്സിലായി, ആ പ്രകാശനല്ലേ? ദീപേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവൻ അധികം അടുപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്ത് പറയാനമ്മേ, ഞാൻ കല്യാണി മോളോട് പറയാറുണ്ട്, അവള് കേൾക്കണ്ടേ? അതാ കല്യാണി മോളുടെ കുഴപ്പം. എല്ലാവരും കണ്ണടച്ചങ്ങോട് വിശ്വസിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കിരണും കല്യാണിയും കൂടി വരും കേട്ടോ. കല്യാണി പറയണ്ടേ, അമ്മമ്മ എപ്പോൾ എത്തി? കുറച്ച് മുമ്പ് എത്തിയുള്ളൂ, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രകാശനെ ഓണത്തിന് വരുമ്പോൾ അടുപ്പിക്കേണ്ടെന്ന് അമ്മ പറയുമായിരുന്നു എന്ന് ദീപ പറയുമ്പോഴേക്കും, അതെ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മമ്മയുടെ കൊച്ചുമകനുണ്ടല്ലോ വിക്രം, അവനിപ്പോൾ ഹോസ്പിറ്റലിലോ? അവനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനിന്ന് കല്യാണിയും കാർത്തികയും കൂടി ഒരു പ്ലോട്ട് നോക്കാൻ പോയിരുന്നു. ആ പ്ലോട്ടിനടുത്ത് അവൻ കറക്റ്റായിട്ട് അവൻ്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് കല്യാണിൻ്റെ കാർത്തികയുടെ തലടിച്ച് പൊട്ടിക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. അയ്യോ, എന്നിട്ട് എന്തായി മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിയതിനു ശേഷം അവനെ അടിച്ച് തകർത്തു. ഇപ്പം അവൻ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. അവൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ അടി കിട്ടുന്ന സമയം ഇപ്പോൾ കൂട്ടുകാർ കറക്റ്റായിട്ട് അവിടെ നിന്ന് മുങ്ങി. അവനെ മാത്രം എനിക്ക് കൈ കിട്ടിയുള്ളൂ. അവനെന്തിനാ മോനെ കൈയും കാലും ഒടിച്ചിട്ട് അവിടെ ഇട്ടത്? അവൻ അങ്ങോട്ട് കൊന്നു കളഞ്ഞൂടായിരുന്നു, നാശം പിടിച്ചവൻ. അവൻ ജീവനോട് ഇല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. പിന്നെ ഗംഗപ്രസാദ് രാഹുലുള്ളല്ലോ. അല്ല, ഈ രാഹുൽ എന്ന് പറഞ്ഞ ആൾക്ക് പരോളെങ്ങാനും കിട്ടോ? രാഹുലിനെ കിട്ടാൻ ചാൻസ് ഇല്ല, പക്ഷെ ആ ഗംഗാപ്രസാദിന് കിട്ടും. എന്തായാലും ആരെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ എന്ന് പറയാണ്. അല്ല, ഞാൻ അതാ പ്രകാശൻ അങ്ങനെ ഒരുപാട് വിശ്വസിക്കണത്. അല്ല, ഇതിനെ പുറകെ പ്രകാശൻ തന്നെയാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, അറിയില്ല അമ്മേ, അയാളാവാൻ ചാൻസ് ഉണ്ട്. അതെ, ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കല്യാണി മോളെ നിന്നോട് ഞാൻ പറയണത്, ഒറ്റയ്ക്ക് എവിടെയും പോവരുത്. ആ വിക്രം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, പോവരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് അമ്മ പറയാണ്. ശരിയാമ്മേ, ഇനി ഞാൻ ഒറ്റയ്ക്ക് പോവാതെ നോക്കിക്കോളാം. ഇനി എല്ലാ കിരണോട്ടോട് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനും ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദ് പറയണ്ട്, എന്തായാലും അവൻ കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടാവും അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ലടാ, ആ കിരൺ എന്ന് പറഞ്ഞവനെ നീ വിചാരിക്കുന്ന പോലെ ഭയങ്കര കരുത്തനവൻ. അതെനിക്കറിയാം അങ്കിളെ, ഞാനന്ന് അവനോട്ട് മുറ്റി നോക്കിയതാണല്ലോ. ശരിയാ, അവനെ ഭയങ്കര കരുത്താ. അതുകൊണ്ട് ഞാൻ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെങ്ങാനും ഇടിക്കാനോ അടിക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളായിട്ട് വേണം പോവാനെന്ന്. അതുകൊണ്ട് എന്നെ പോലെ കരുത്തായിട്ടുള്ള ആൾക്കാർ കൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചിലപ്പോൾ അവനിപ്പോൾ എന്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കുമല്ലോ എങ്കിലേ, അറിയില്ലടാ. ആ കിരണ ഒരു മുടിഞ്ഞ ജാതകമാണടാ, ഒന്നും പറയണ്ട. അവരുടെ കൂടെ ഒരു അദൃശ്യ ശക്തി ഉണ്ടടാ. എന്താ പറയേണ്ടത്, അവരുടെ കൂടെ എന്ത് അപകടം വന്നാലും ഒരു അദൃശ്യ ശക്തി, എന്തോ ദൈവത്തിന്റെ സാന്നിധ്യം എന്നൊക്കെ അവർ പറയേണ്ടത്. അറിയില്ല, എന്തായാലും അപകടം വരുമ്പോൾ മുൻകൂട്ടി കാണാനൊക്കെ ഒരു പ്രത്യേക കഴിവ് അവർക്ക്. അത് വേറൊന്നല്ലെങ്കിലേ, ഈ ഒരുപാട് നന്മ ചെയ്യണവർക്കേ അവരുടെ കൂടെ ദൈവം ഉണ്ടാവുന്നൊക്കെ പറയണ കേൾക്കാറില്ലേ. അതുകൊണ്ടാ അവരൊരുപാട് നന്മമരമാണല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ കൂടെ ഒന്നും ആ അദൃശ്യ ശക്തി ഇല്ലെങ്കിൽ അതാണ് നമ്മളിവിടെ കിടക്കണത്. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ആ കിരണിനെയും കല്യാണിനെയൊക്കെ ഇല്ലാതാക്കി നമുക്ക് സമാധാനത്തോടെ ഇന്ന് ഇരിക്കാൻ പറ്റും. അതേടാ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്കിള് ഈ ഇരുമ്പ് കമ്പി കണ്ടില്ലേ, ഇത് ഞാൻ തുരുമ്പെടുപ്പിക്കുക, അത് മിക്ക ഒരു 2 ദിവസത്തിൽ തുരുമ്പാകും. അങ്ങനെയാണെങ്കിൽ ഈ കമ്പി ഇളക്കി ഞാൻ പുറത്ത് കിടക്കും എന്ന് പറയണം. എടാ, അത് പുറത്ത് കിടക്കാൻ നിനക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്കിളിനെ കടക്കാൻ പറ്റില്ല കേട്ടോ. അങ്കിളിൻ്റെ ശരീരം വെച്ച് ഈ കമ്പിയൊന്നും കടക്കാൻ പറ്റില്ല. എടാ, ഞാൻ കടക്കണമെന്നില്ലടാ, നീ പുറത്ത് പോയിട്ട് എന്തിലൊക്കെ സന്തോഷ വാർത്ത കേൾപ്പിച്ചാൽ മതി. നിന്നിലാണ് എനിക്ക് പ്രതീക്ഷ. അങ്ങനെ എന്തിനും ചെയ്യാം അങ്കിള് എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിന് പതുക്കെ ബോധം വരുവാണ്. ബോധം വരുമ്പോൾ വിക്രം നോക്കുമ്പോൾ പ്രകാശിന് അടുത്ത് തന്നെയുണ്ട്. നിങ്ങളോ? ആരെന്നെ ഇവിടെ കൊണ്ടാക്കിയത്? ആ കിരണും കല്യാണിയാ മക്കളെ നിന്നെ ഇവിടെ കൊണ്ടാക്കിയത് എന്ന് പറയാണ്. എന്നാലും എനിക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. എടാ, നിനക്ക് അവരെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ നിന്നെ സഹായിച്ചാനല്ലടാ. സത്യം പറ, നിങ്ങളെന്നെ ഒറ്റിയതല്ലേ കളവ എന്ന് പറയാണ്. ഞാനെങ്ങനെ അറിയാനടാ നീ എവിടെ പോയതാണെന്നും അവരെവിടെ വരുമെന്നൊക്കെ ഞാനെങ്ങനെ അറിയാൻ? എനിക്ക് സംശയമുണ്ട് നിങ്ങളെന്നെ ഒറ്റിയതാണെന്ന്. ഞാനിവിടുന്ന് പോയപ്പോൾ നിങ്ങൾ ആ കിരണിനെ വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കും. ഇല്ലടാ മക്കളെ, അല്ലടാ, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം. നിന്നോട് ഞാൻ കാര്യം ചോദിച്ചിട്ടെ, ആ ഗംഗപ്രസാദ് രാഹുലും പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ടോടാ എന്ന് പ്രകാശം പതുക്കെ നൈസായിട്ട് വിക്രത്തോട് ചോദിക്കാട്ടോ. വിക്രം അറിയാതെ പറയുന്നുണ്ട്, ആ ഗംഗേട്ടനെ മിക്കവാറും ജയിൽ ചാടും എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശിന്റെ മുഖം മാറുന്നുണ്ട്. എന്താ ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം മാറിയത്? ഒന്നുമില്ലട മക്കളെ. അതെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എൻ്റെ ശത്രുക്കളോട് പോയി പറഞ്ഞേക്കരുത് കേട്ടോ. എന്താടാ നീ പറഞ്ഞത്? നിന്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളല്ലേടാ, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ലടാ. ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്വഭാവം അപ്പം അറിയാം എന്ന് പറയണം. ഗംഗേട്ടൻ ജയിൽ ചാടുമെന്ന് ഞാൻ പറഞ്ഞ ഈ രഹസ്യം നിങ്ങളെങ്ങനെ അവരത് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയില്ലട മക്കളെ, ഞാൻ പറയില്ല എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ടെങ്കിലും പ്രകാശം മനസ്സിൽ വിചാരിക്കണം, എന്തായാലും ഇപ്പം തന്നെ ഇത് കിരണോടും കല്യാണിനോട് പറയണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം വാർഡൻ വരുന്നുണ്ട്. ഗംഗയെടുത്ത് പറയണ്ടടാ, ഗംഗെ നിന്നെ കാണാൻ വേണ്ടി ആ സുന്ദരി വന്നിട്ടുണ്ടോ? സുന്ദരിയോ? ഏത് സുന്ദരി? കഴിഞ്ഞ ദിവസം നിന്നെ കാണാൻ വന്നിട്ടുണ്ടോ ഒരു സുന്ദരി? ഓ, സ്റ്റെഫി. അതെ. എന്താടാ, നിന്റെ ലവറാണോ അത്? സാറിനെ ലവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ എന്ന് പറയണ. എന്തായാലും ആള് കൊള്ളാം, ആള് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. സ്റ്റെഫി ആങ്കിള് വന്നേക്കണം, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് സ്റ്റെഫിയുടെ അടുത്തേക്ക് പോവാണ്. എന്തായിട്ട് കാര്യങ്ങൾ ഒന്നും പറയണിടാ. വിക്രം ഇപ്പൊ എല്ലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക. അവനെന്ത് പറ്റി? ഞാനേ കിരണിനെ കല്യാണിനെയും കാർത്തികനെ കറക്റ്റ് ഒരു സ്പോട്ടിൽ കൊണ്ടുപോയതാടാ. ആ സമയത്ത് ആ വിക്രം കൂട്ടുകാരും കൂട്ടിക്കൊണ്ട് അവിടെ വന്നു. അവനെക്കാളും ആവതില്ലാത്ത കൂട്ടുകാരും കൂട്ടിക്കൊണ്ട് അവൻ വന്നത്. കിരൺ അവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ട് അവരെല്ലാം തല്ലി ചതച്ചടാ. വിക്രം ഇപ്പൊ ജയിലിലാണ്, അവസരം പോയടാ. അവനോട് ഞാൻ പറഞ്ഞ നല്ല കരുത്തുള്ള ആൾക്കാരെ വേണം കൊണ്ടുപോകാനെന്ന്. സാരില്ലടാ, എന്തായാലും അവനിനി ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങാൻ പോകണമെന്നില്ല. ഞാനേ നല്ലൊരു അടിപൊളി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, കല്യാണിനെ കാർത്തികനെ വീഴ്ത്താനുള്ള പ്ലാൻ. നീ സൂക്ഷിക്കണം, അവർക്ക് നിന്റെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുവരെ സംശയമൊന്നുമില്ലടാ. അവരെ സംശയം ഉണ്ടെങ്കിലും സംശയമില്ലാത്ത പോലെ അഭിനയിക്കും. അവിടെ നീ പിടിച്ചു നിൽക്കണം. എടാ, സംശയം ഇതുവരെ ഇല്ല, പക്ഷെ സംശയം ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലടാ. അവരെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. നീ നോക്കിക്കോ, ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാടി എന്ന് ഗംഗ പറയുമ്പോൾ ശരിയിടാ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോവാണ്. ശേഷം ഗംഗപ്രസാദ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് രാഹുലിനോട് പറയണ്ട, അങ്കിളെ എല്ലാം തൊലഞ്ഞു. എന്താ കാര്യം? അതുണ്ടല്ലോ, ആ വിക്രം ഇപ്പൊ ജയിലിലാണെന്ന്, ഹോസ്പിറ്റലോ? അവനെന്ത് പറ്റി? കിരൺ അവനെ തല്ലി ചതച്ചു എന്നാ പറയണത്. സ്റ്റെഫി കറക്റ്റായിട്ട് കാർത്തികനെ കല്യാണം കൊല്ലാനായിട്ട് ഒരു സ്പോട്ടിൽ കൊണ്ടുപോയതാണ് അത്രേ. അവിടെ വിക്രം വരികയും കറക്റ്റ് സമയത്ത് ആ കിരൺ വന്നിട്ട് അവനെ തല്ലി ചതച്ച് ഹോസ്പിറ്റലാക്കി എന്നാ പറയണത്. എന്താങ്കിലേ നമ്മൾക്ക് മാത്രം ഇങ്ങനെ പറ്റുന്നത്? അത് വേറൊന്നല്ലടാ, ആ കല്യാണം ഉള്ളതുകൊണ്ടാണ് എന്ന് രാഹുൽ പറയുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.